ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വസുന്ധരയ്ക്ക് ഒരു ആയുധവുമില്ലാതെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ ചന്ദ്രൻ ബോസിൻ്റെ ആ കയറി വരവ്. ആ പാർട്ടിക്ക്, അതായത് ആ താലികെട്ടൽ ഫംഗ്ഷന്, ഇവരുടെ ഫസ്റ്റ് നൈറ്റിന് ആ ചന്ദ്രൻ ബോസിൻ്റെ ആ കയറി വരവ് നിധിക്ക് വലിയ തിരിച്ചടി തന്നെ ആവുകയാണ് കേട്ടോ. ഇതേ സമയം വലിയൊരു ബൊക്കൊക്കെ ആയിട്ട് അയാൾ വരികയാണ്, ഗൗതമിൻ്റെ കൈകളിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന് വസുന്ധര ചോദിക്കുകയാണ്. പക്ഷേ ഇതൊന്നും കണ്ട് എന്താണ് ഇവിടെ സംഭവം എന്ന് മനസ്സിലാവാതെ ആകെ ഞെട്ടി നിൽക്കണം കേട്ടോ നിധി. താൻ ക്ഷണിച്ചിട്ടാണ് ചന്ദ്രബോസ് വന്നത്. ചന്ദ്രബോസിനെ തനിക്കറിയാവുന്നതുപോലെ ആർക്കും അറിയില്ല, കാരണം നന്നായി നല്ല സ്നേഹമുള്ള മനുഷ്യനാണ് എന്ന് തന്നെ നിധിക്കറിയാം കേട്ടോ. പക്ഷേ ഇവർക്ക് പറയുന്നത്, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്യേണ്ടി വരും, നിങ്ങൾ കാരണം ഞങ്ങളുടെ കുടുംബത്തിന് ഒരുപാട് ദ്രോഹങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തിനു വന്നു, ആര് ക്ഷണിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ ചന്ദ്രൻ ബോസിൻ്റെ അട്ടഹസിച്ചുള്ള ചിരി കേട്ടോ. ഞാൻ ഒരു വിഷ് ചെയ്യുമ്പോൾ ആ വിഷ് സ്വീകരിക്കാനുള്ള ആ ഒരു മനസ്സെങ്കിലും ഗൗതം നീ കാണിക്കണ്ടേ? നീ ബിസിനസ്സിലൊക്കെ വലിയ മുമ്പോട്ട് പോകുന്ന ആളാണ്, വലിയ ഉയരങ്ങളിൽ നിൽക്കുന്ന ആളാണ്, പക്ഷേ ഒരാളോട് പെരുമാറാനുള്ള രീതിയൊന്നും നിനക്കറിയില്ലേ ഗൗതം എന്നൊക്കെ പറയുമ്പോൾ നിധിക്ക് എന്തോ പന്തികേട് തോന്നണം കേട്ടോ. അയാൾ ആ ബൊക്ക വെച്ച് നീട്ടുമ്പോഴും ഒരിക്കലും ഗൗതം അത് വാങ്ങുന്നില്ല. പാറു, ഗോപി, യാമിനി, എന്ത് വേണം, പ്രണവ്, അതുപോലെ തന്നെ ഗൗതമിൻ്റെയും വസുന്ധരയുടെയും ഒക്കെ മുഖത്ത് പരിഭ്രാന്തി, പേടി, ഭയം എല്ലാം ഒന്നിച്ച് കയറിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന നിധി, ഈശ്വര എന്താണ് ഇവർക്കിടയിൽ സത്യത്തിൽ സംഭവിച്ചത് എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വസുന്ധര പൊട്ടിത്തെറിച്ചും കൊണ്ട് ആ ബൊക്ക എടുത്തിട്ട് അയാളുടെ കൈകളിൽ നിന്ന്, നിൻ്റെ ഒരു ബൊക്കയും നിൻ്റെ ഒരു പൂച്ചെണ്ടും ഒക്കെ വായിട്ട് വന്നിരിക്കുന്നു, നിന്നെ ആരാടോ ഞങ്ങളുടെ ഈ പരിപാടിക്ക് ക്ഷണിച്ചത് എന്ന് പറയുമ്പോൾ, ഞാൻ ആരുടെയും ക്ഷണമില്ലാതെ ഏത് പരിപാടിക്കും പോവാറില്ല, എനിക്ക് ക്ഷണം കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഗൗതമിന് ത്രില്ലായി. അതാരാണെന്ന് അറിയാൻ വേണ്ടി, ഗൗതം നിങ്ങളെ ആര് ക്ഷണിച്ചു അത് മാത്രം ഇവിടെ പറഞ്ഞാൽ മതി, അല്ലാതെ നിങ്ങളുടെ പ്രസംഗം കേൾക്കണ്ട എന്നപ്പോഴേക്കും വസുന്ധര പറയണം. അപ്പോൾ വസുന്ധര ഇത് പറയുമ്പോൾ പാറുവും ഗോപിയും ഒക്കെ സംസാരമായിട്ടോ. ഗോപി പറയാണ്, എന്തിനാണ് ചന്ദ്രൻ ബോസ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്, ചന്ദ്രൻ ബോസിന് എന്താ ഇവിടെ ആവശ്യം, എന്താണ് നിങ്ങളുടെ പ്രശ്നം, പറയൂ പറയൂ എന്നിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ആവർത്തിക്കുമ്പോൾ അയാൾ പറയാണ്, എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചു, ക്ഷണം കിട്ടിയത് കൊണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ആരാ നിങ്ങളെ ക്ഷണിച്ചത് എന്ന് പറയുമ്പോൾ നിധി ഇങ്ങനെ പേടിക്കുന്നു കേട്ടോ. ഈശ്വര, തൻ്റെ നേർക്ക് എല്ലാവരും തിരിയും, ഗോപിയും അതുപോലെ പാറുവും താൻ ജീവന തുല്യം സ്നേഹിക്കുന്ന തൻ്റെ ഗൗതം തിരിയോ എന്ന പേടിയോടുകൂടി നിധി നോക്കി നിൽക്കുമ്പോഴാണ് കേട്ടോ അയാൾ പറയുന്നത്, ഈ നിൽക്കുന്ന ഗൗതമിൻ്റെ ഭാര്യയായ നിധിയാണ് ക്ഷണിച്ചതെന്ന് പറയട്ടോ. ഇതേ സമയം ശിവാനിയുടെയും വസുന്ധരയുടെയും മുഖത്ത് വലിയൊരു പുഞ്ചിരി തന്നെ വരികയാണ് കേട്ടോ. അവർക്ക് പറയാൻ വാക്കുകളില്ല. അവരൊരു ആയുധം നോക്കി നടക്കുന്ന സമയം, എന്നാൽ താൻ കുറച്ച് നേരത്തെ പൗഡറിൽ വിഷാംശമൊക്കെ ചേർത്ത് നിധിയുടെ മുഖം അങ്ങ് പൊള്ളിക്കാം എന്നൊക്കെ കരുതിയിരിക്കുന്ന സമയത്താണ്, ഇനി എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ കരുതിയിരിക്കുന്ന സമയത്താണ് കേട്ടോ വസുന്ധരയ്ക്ക് സമാധാനമാവുന്നത്. അപ്പോൾ ഉടൻ തന്നെ, സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്ക്, ഈ നിൽക്കുന്ന നിധി ഇവിടെ ഉണ്ടല്ലോ, നിധിയോട് ചോദിക്കേ എന്ന് ചന്ദ്രൻ ബോസ് പറയുമ്പോൾ നിധി പറയണേ, എന്നെ കുഞ്ഞിലെ മുതൽ എൻ്റെ പഠിപ്പിൻ്റെ കാര്യത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്നെ സഹായിച്ചത് ഇദ്ദേഹമാണ്, ഇദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ അവസ്ഥയിൽ എത്തില്ലായിരുന്നു എന്ന് നിധി പറയാൻ കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഗൗതം ആകെ ഞെട്ടിപ്പോവാണ്. മോളെ, എന്നാലും എന്ന് പറഞ്ഞ് പാറു വിളിക്കാൻ, എനിക്കറിയില്ല, ഇയാൾ നിങ്ങളുടെ കുടുംബശത്രുവാണെന്ന് എനിക്കറിയില്ല, സോറി അമ്മേ, ഗൗതം സോറി എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഈ സമയം നിധി ഇയാളിങ്ങനെ നോക്കുന്നുണ്ട്, കാരണം ഇയാൾക്കെങ്കിലും ഒരു വാക്ക് പറയായിരുന്നു. അപ്പോൾ നിധിയോട് പറയണം, മോളെ നീ എന്നോട് ക്ഷമിക്കണം, നീ എൻ്റെ മകളെ പോലെയാണ് എന്ന് ഞാൻ എന്നോട് പറഞ്ഞത് വെറുതെ ഒന്നല്ല, ഗൗതമും ഞാനും ബിസിനസ്സിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഞങ്ങൾ അത്ര കാര്യമാക്കുന്നില്ല, നീ എൻ്റെ മോളാണ്, എൻ്റെ മോളുടെ ഭർത്താവിനെ കാണാൻ വരണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടല്ലോ, അപ്പോൾ ഗൗതമും ഞാനും തമ്മിലുള്ള ആ ഇത് അവിടെ നിന്നോട്ടെ, പക്ഷേ നീ ക്ഷണിച്ചു, അതിന് ഞാൻ വന്നു, എൻ്റെ മോളുടെ ഭർത്താവിനെ കാണാനും അതിനൊരു വിഷ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ വസുന്ധര പൊട്ടിത്തെറിക്കണം കേട്ടോ. മര്യാദക്ക് ഞങ്ങളുടെ മനസ്സമാധാനം കളയാതെയും കണ്ട് ഇവിടെ നിന്നും അങ്ങ് ഇറങ്ങിപ്പോകുന്നുണ്ടോ എന്ന പൊട്ടിത്തെറിയാവുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം അയാൾ സങ്കടത്തോടു കൂടിയല്ല, കാരണം അയാൾക്കൊരു ഉന്നം കിട്ടിയതാണ്, അയാളുടെ ആവശ്യങ്ങൾ അത് എന്താണെന്ന് പുറത്ത് വരാനിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അയാൾ ഇറങ്ങിപ്പോവാണ്. ഈ സമയം നിധിക്കാണെങ്കിൽ സങ്കടമാവുകയാണ്. താൻ ക്ഷണിച്ചിട്ട് അയാളെ ഇങ്ങനെ ആട്ടിയിറക്കുന്ന വസുന്ധരയുടെ കാര്യം ആലോചിച്ച് നിധി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൗതമാണെങ്കിൽ ഒരു സൈഡിലോട്ട് പോവുകയാണ്, കാരണം തൻ്റെ ഭാര്യയാണല്ലോ ഇത് ചെയ്തത്, അപ്പോൾ ആ കേക്ക് മുറിയൊക്കെ അലങ്കോലമായല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിധിക്കും സങ്കടമാവുകയാണ്. അങ്ങനെ നിധി ചെന്നിട്ട്
ഗൗതം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ ഗൗതം വല്ലാതെ സംസാരിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിധി സോറി ഗൗതം, എനിക്കറിയില്ല നിൻ്റെ ശത്രുവാണെന്ന്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് ഞാനായി തീരുന്നുവെന്നുണ്ടെങ്കിൽ അയാളുടെ സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് ഇന്ന് ഞാനാവാൻ കഴിയില്ലായിരുന്നു. ഈ നിധി വളർന്നത് അയാളിലൂടെയാണ്. അതുകൊണ്ട് എനിക്ക് അയാൾ ശത്രുവല്ല, നിങ്ങൾക്ക് ശത്രുവാണെന്നുള്ളത് എനിക്കറിയില്ലല്ലോ ഗൗതം. അതുകൊണ്ടാണ് ഞാൻ അയാളെ സ്വീകരിച്ചത് എന്ന് പറയുമ്പോൾ ഗൗതം പറയാണ്, അതൊന്നും കുഴപ്പമില്ലടോ, അത് വിഷയമാക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഗൗതം നിധിയെ അങ്ങ് വിളിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ശിവാനിയും കൊണ്ട് വസുന്ധര ഇപ്പുറത്തോട്ട് പോവുകയാണ്. എന്നിട്ട് വസുന്ധര പറയുന്നത്, ശിവാനി, എനിക്കൊരു ആയുധം കിട്ടാതെ ഞാൻ കാത്തു നിൽക്കുമ്പോഴാണ് എൻ്റെ മുന്നിലോട്ട് അയാളുടെ കയറി വരവ്. അയാൾ ഭയങ്കര ശത്രുവാണ്. ഗൗതമും അയാളുമായാണ് ബിസിനസ്സിൽ വലിയ ശത്രു. അയാൾ അടുത്ത വർഷം ഇങ്ങനെ തൻ്റെ ബിസിനസ് ഞാൻ നേടിയെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ ഗൗതമിനോട് പറഞ്ഞിട്ടുള്ളത്. അതല്ലെങ്കിൽ എൻ്റെ മരണമായിരിക്കും സംഭവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം ഗൗതമിൻ്റെ മരണമായിരിക്കും കിട്ടിയില്ലെങ്കിൽ ഉണ്ടാവുക എന്ന് അങ്ങനെ വരെ വെല്ലുവിളികൾ നടന്നിട്ടുണ്ട്. ആ കഥ കുറേ ഉണ്ട് പറയാനാണെങ്കിൽ എന്ന് വസുന്ധര പറയുന്നു കേട്ടോ ശിവാനിയോട്. അപ്പോൾ അത് നീ ഫുള്ളായിട്ട് അറിയണ്ട. എന്തായാലും ഇത് വെച്ച് നമുക്ക് നിധിക്കെതിരെ ഒരായുധമാക്കാം. ഇയാളിലൂടെ ഗൗതമും നിധിയും ഇനി വെറുക്കപ്പെടുന്നത് കാണാമെന്ന് പറയണ്ട. അത് എങ്ങനെയാണ് ആൻറ്റി എന്ന് ചോദിക്കാനായിട്ട്. അപ്പോൾ ഉടൻ തന്നെ അതൊക്കെയുണ്ട്, വരാനുള്ളത് ഞാൻ പിന്നീട് പറയാം, നീ എനിക്കൊപ്പം നിന്നാൽ മതി, ബാക്കിയുള്ളത് നീയാണ് ഈ പ്രവൃത്തികളെല്ലാം ചെയ്യേണ്ടത്. അതിനനുസരിച്ച് നമുക്ക് നിധിയെ ഗൗതമിനിൽ നിന്നും എന്നേക്കുമായി അകത്താമെന്ന് പറയുമ്പോൾ അവിടെ ശിവാനി പറയാണ്, എനിക്കൊന്നും വേണ്ട, നിധിയും ഗൗതമും അകന്നാൽ മതി. അപ്പോൾ അവരുടെ ഫസ്റ്റ് നൈറ്റ് നടക്കുമോ? അത് നടക്കില്ല, അതിനൊക്കെ എനിക്കറിയാമെന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പുറത്താണെങ്കിലോ ഗൗതമും നിധിയും സന്തോഷത്തോടു കൂടി അവരുടെ ആ പ്രണയം തുടങ്ങുകയാണ് കേട്ടോ. ഗൗതം നിധിയോട് പിണങ്ങിയിട്ടുണ്ടാവും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് വസുന്ധര വരുന്നത്. പക്ഷേ വസുന്ധര മുന്നിൽ കാണുന്നത് ഇതായിരിക്കും. എന്തായാലും ഇനി ഇയാളെ വെച്ച് വസുന്ധര ഒരുപാട് കളികൾ കളിക്കും. പക്ഷെ അതൊക്കെ തിരിച്ചടി വസുന്ധരയ്ക്ക് തന്നെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പം എന്തായാലും അത് ഇനിയിപ്പോൾ ഒരു ടെൻഡർ വഴിയാണ് അവർ തമ്മിലുള്ള പിണക്കങ്ങൾ വരിക. അതായത് ഗൗതമിൻ്റെ ഒരു ടെൻഡർ ഉണ്ട്, നിധിയാണ് ആ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്, ഗൗതമിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയും എല്ലാം നിധിയാണല്ലോ. അപ്പം നിധിയാണ് ആ ടെൻഡർ ഒപ്പിക്കുക. പക്ഷെ അതിനിടയ്ക്ക് ആ ടെൻഡർ അങ്ങ് അടിച്ചു മാറ്റാനുള്ള പരിപാടി ശിവാനി ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ റിവ്യൂ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയാണ്. പക്ഷെ അവിടേക്ക് തിരിച്ചടി വരിക ഈ വസുന്ധരയ്ക്കും ശിവാനിക്ക് തന്നെയാണ്. അങ്ങനെ ലാസ്റ്റ് ശിവാനി അവിടെ നിന്ന് തൻ്റെ കുടുംബജീവിതം തകരും, തൻ്റെ ഭർത്താവിനെയാണ് അവൾ കണ്ണു വെച്ചതെന്ന് ശിവാനിയെക്കുറിച്ച് നിധി അറിയുമ്പോൾ നിധി ശിവാനിയെ ഒരു പട്ടിയെ തല്ലുന്നത് പോലെ ആട്ടി ഇറക്കിയിട്ട് തൻ്റെ മാമൻ്റെ അടുത്ത് കൊണ്ടാക്കും കേട്ടോ. പിന്നീടാണ് ശിവാനി പ്രണവിൻ്റെ നേർക്ക് തിരിയുക. പക്ഷേ പ്രണവ് പെട്ടെന്ന് അടുക്കില്ലെങ്കിലും പിന്നീട് പ്രണവ് പതുക്കെ തൻ്റെ ഇഷ്ടം ശിവാനിയോട് തുറന്നു പറയുന്ന ആ എപ്പിസോഡുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഇയാളിലൂടെ വലിയൊരു രഹസ്യം പുറത്തു വരാനുണ്ട്. അതിനെക്കുറിച്ച് പിന്നെ ഒരു റിവ്യൂ പറയാം. കാരണം അയാൾ ആ അമ്പലത്തിൽ വന്നിട്ട് ഈ ചന്ദ്രബോസ് പറയുന്നുണ്ട്, എനിക്കൊരു പുണ്യം ഉണ്ട്, ആ പുണ്യം എൻ്റെ അടുത്തോട്ട് തിരികെ കിട്ടണം എന്ന് പറയുന്നുണ്ട്. ആ പുണ്യം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇവർ ഒളിപ്പിച്ച് വെക്കുന്ന ആ വലിയ രഹസ്യം ഇയാളിലൂടെ ഇനി നിധിക്ക് മുന്നിലോട്ട് എത്തുന്ന ആ സീനുകളാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്.